നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വെട്ടത്തുകാവ് താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. JCI തിരൂർ ലെജൻഡ്സ് പ്രവർത്തകർ ആശുപത്രിയിലെത്തി പുതിയ 5 ഫാനുകൾ കൈമാറി. ഡ്രൈനേജിന് മുകളിലിട്ട സ്ലാബ് കാണാനില്ലെന്ന് പരാതി. റമദാൻ സ്പെഷ്യൽ രാത്രികാല രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തിരുവൊഴിച്ചിലും പാട്ടിന്റെ ഭക്തിയിൽ ഭൂതം കെട്ടി ഊരുചുറ്റലും തുടങ്ങി. SDPI തൃപ്രങ്ങോട് പഞ്ചായത്ത് കൺവെൻഷനും ഫാമിലി മീറ്റും ആദരിക്കൽ ചടങ്ങും നടന്നു. വിശദമായ വാർത്തകൾ. വെട്ടത്ത് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. മാർച്ച് 29, 30, 31 തീയതികളിലാണ് ഉത്സവം കൊണ്ടാടുക. കൊടിയേറ്റ ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. മാർച്ച് 29, 30, 31 തീയതികളിലാണ് ഈ വർഷത്തെ വെട്ടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം കൊണ്ടാടുക. ഉത്സവത്തിന് ആരംഭം കുറിച്ച് കൊടിയേറ്റി. ഇവിടെ ഒരു നാടൻ പാട്ടുണ്ട്, പിന്നെ ഒരു മെഗാ കൈകൊട്ടിക്കളി ദീപാരാധനയ്ക്ക് ശേഷം അത് കഴിഞ്ഞാൽ നാടൻ പാട്ട്, അത് ശനിയാഴ്ച അവസാനിക്കുന്നത്. പിന്നെ ഞായറാഴ്ച കൊടിവരവുകളാണ് മെയിനായിട്ടുള്ള. പിന്നെ 2 ദിവസം അന്നദാനം ഉണ്ടായിരിക്കും. ശ്രീ വെട്ടത്തുകാവ് ക്ഷേത്രത്തിലെ 2024 വർഷത്തെ ഉത്സവം അടുത്ത വെള്ളി, ശനി, ഞായർ, അതായത് 29, 30, 31 തീയതികളിലായിട്ട് ആഘോഷിക്കുകയാണ്. ദിവസവും ക്ഷേത്ര ആഘോഷ കമ്മിറ്റിയും ചേർന്നാണ് ഉത്സവം നടത്തുന്നത്. എല്ലാ വർഷത്തെയും പോലെ താന്ത്രിക ചടങ്ങുകളാണ് ദിവസം നടത്തുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും കമ്മിറ്റിയാണ് ഇവിടെ നടത്തിപ്പോരുന്നത്. എല്ലാ വർഷവും 2 ദിവസം ഉണ്ടാകുന്ന ഉത്സവം ഈ വർഷം 3 ദിവസമാക്കിയിട്ട് ദീർഘിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ആദ്യത്തെ ദിവസം നാട്ടിലെ കുട്ടികളുടെ കലാപരിപാടികളും, രണ്ടാമത്തെ ദിവസം നമ്മൾ താന്ത്രിക ചടങ്ങുകളും, 3-ാമത്തെ ദിവസം താലപ്പൊലിയുമായിട്ടാണ് ഉത്സവം ആഘോഷിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ സതീഷ് കുമാർ, രവീന്ദ്രൻ, സദാനന്ദൻ, ധർമ്മൻ, പ്രേമൻ, ഉണ്ണികൃഷ്ണൻ, സുലോചന, നിഷ തുടങ്ങിയവർ സംബന്ധിച്ചു. മാർച്ച് 29 വൈകിട്ട് വെട്ടത്ത് നാട്ടിലെ വിവിധ കലാകാരന്മാരും കലാകാരികളും ചേർന്നൊരുക്കുന്ന നൃത്തസന്ധ്യ അരങ്ങേറും. 30 രാത്രി 7 കാസർഗോഡ് ചുരിക നാടൻ കലാ നാട്ടറിവ് പഠന കേന്ദ്രം അവതരിപ്പിക്കുന്ന കനലാട്ടം മെഗാ ഷോ അരങ്ങേറും. 31 രാവിലെ ചാക്യാർകൂത്ത്, ദാരികവധം പാട്ട് അരങ്ങേറും. തുടർന്ന് പഞ്ചവാദ്യം, മേളം, ദീപാരാധന, ഡബിൾ തായമ്പക എന്നിവ അരങ്ങേറും. രാത്രി 7 മുതൽ കൊടിക്കൂറ വരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കും. ന്യൂസ് ഡെസ്ക് വെട്ടം. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഇനി രോഗികളും കൂട്ടിരിപ്പുകാരും വിയർക്കേണ്ട. കാരുണ്യത്തിന്റെ മിഴി തുറന്ന് പുതിയ ഫാനുകളെത്തി. JCI തിരൂർ ലെജൻഡ്സ് പ്രവർത്തകർ ആശുപത്രിയിലെത്തി പുതിയ 5 ഫാനുകൾ കൈമാറി. ആശുപത്രിയിൽ ഫാനുകൾ കേടായതിനാലും ആവശ്യമുള്ളിടത്ത് വേണ്ടത്ര ഫാനുകളില്ലാത്തതിനാലും ചൂട് കൂടിയതിനാൽ രോഗികൾ ദുരിതത്തിലായിരുന്നു. JCI തിരൂർ ലെജൻഡ്സ് പ്രവർത്തകർ ആശുപത്രിയിലെത്തി പുതിയ 5 ഫാനുകൾ കൈമാറി. കേടായ 10-ലധികം ഫാനുകൾ സംഘടനയുടെ ചിലവിൽ അറ്റകുറ്റപ്പണി നടത്തി കൊടുക്കാനും തീരുമാനിച്ചു. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ മുൻ മേഖലാ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് M വിക്രംകുമാർ, S വേണുഗോപാൽ എന്നിവരിൽ നിന്നും ഫാനുകൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശെൽവരാജ് ഏറ്റുവാങ്ങി. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ അലിഗർ ബാബു, സ്റ്റോർ സൂപ്രണ്ട് സഹീദ,
JCI തിരൂർ ലെജൻസ് പ്രസിഡന്റ് രാജീവ് കുളങ്ങര, സെക്രട്ടറി ഹനീഫ കാമ്പ്രത്ത്, ജയശങ്കർ പൊറ്റേക്കാട്, ഫൈസൽ കളരിക്കൽ, KP രവിജിത്ത്, റൌഫ് കിസാൻ, AR സന്തോഷ് എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ് തിരൂർ. വെട്ടം AMUP സ്കൂളിന് സമീപത്തെ റോഡരികിലെ ഡ്രൈനേജിന് മുകളിലിട്ട സ്ലാബ് കാണാനില്ലെന്ന് പരാതി. 2 ആഴ്ചയിലേറെയായി സംഭവം നടന്നിട്ട്. ഡ്രൈനേജിൽ വിദ്യാർത്ഥി വീണതോടെയാണ് സ്ലാബ് കാണാനില്ലെന്ന വിവരം പ്രദേശവാസികൾ അറിയുന്നത്. വെട്ടം AMUP സ്കൂൾ കഴിഞ്ഞുള്ള ആലിശ്ശേരി റോഡിലെ വളവിലാണ് ഡ്രൈനേജ് മുകളിലെ സ്ലാബ് കാണാതായത്. സംഭവം നടന്നിട്ട് 2 ആഴ്ചയായതായി നാട്ടുകാർ പറയുന്നു. ഇത് ആലിശ്ശേരി തെക്ക് ഭാഗം ഒരു കൊടും വളവുള്ളൊരു സ്ഥലമാണ്. ധാരാളം സ്കൂൾ കുട്ടികളും ആളുകളും സഞ്ചരിക്കുന്ന ഒരു ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഇട്ട സ്ലാബ് കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. അത് നിമിത്തം ഇതിൽ കൂടെ സ്കൂൾ കുട്ടികളൊക്കെ പോകുമ്പോൾ അപകടം നിറഞ്ഞ വളവിലേക്കാണ് കുട്ടികൾ ഡ്രെയിനേജിൻ്റെ സ്ലാബിൽ നിന്ന് ഇറങ്ങിപ്പോണത്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വാർഡ് മെമ്പറോടും PTA പ്രസിഡൻറ്റിനോടൊക്കെ ഈ വിവരം പറഞ്ഞു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ കുട്ടികൾ അതിൽ കൂടെ പോയിട്ട് വലിയൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ. അപ്പോൾ ആ 2 സ്ലാബ് ആരാ കൊണ്ടുപോയി എന്നൊരു പിടുത്തമില്ല. ഇവിടെ എന്തോ വർക്ക് നടക്കുന്ന ആൾക്കാരാണ് കൊണ്ടുപോയി എന്നുള്ളൊരു അഭ്യൂഹമാണ് കേൾക്കുന്നത്. അപ്പോൾ ആ സ്ലാബൊന്ന് അവിടെ എത്തിച്ച് കിട്ടി അവിടെ ഒരു ദുരന്തം, വലിയൊരു അപകടം നടക്കാൻ സാധ്യതയുണ്ട്. അത് ഇല്ലാതാക്കണം. അതിനുള്ള അധികാരികളായിട്ട് ഈ ശ്രദ്ധ ക്ഷണിക്കുക. വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. PTA പ്രസിഡന്റിനെയും വാർഡ് മെമ്പറിനെയും നാട്ടുകാർ വിവരം ധരിപ്പിച്ചെങ്കിലും പരിഹാരമാവാത്തത് പ്രതിഷേധത്തിനിടയാക്കി. വെട്ടം ന്യൂസ് തിരൂർ. BDK പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും എടപ്പാൾ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററും സംയുക്തമായി താലൂക്കിലെ രക്തദൗർലഭ്യത പരിഹരിക്കാൻ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. റമളാൻ മാസക്കാലത്ത് വിശ്വാസികൾ വ്രതത്തിലായതിനാൽ താലൂക്കിൽ വർദ്ധിച്ചു വരുന്ന രക്തദൗർലഭ്യത കണക്കിലെടുത്താണ് അടിയന്തര രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. എടപ്പാൾ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിൽ വെച്ച് രാത്രി 8 മണി മുതൽ 11 വരെ നടന്ന ക്യാമ്പിൽ 25 പേർ രജിസ്റ്റർ ചെയ്യുകയും 21 പേർ സന്നദ്ധ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു. ക്യാമ്പിന് ബ്ലഡ് സെന്റർ ഇൻചാർജും BDK മലപ്പുറം ഭാരവാഹിയുമായ ഹിജാസ് മാറഞ്ചേരി, ബ്ലഡ് സെന്റർ ടെക്നീഷ്യൻ അബ്ദുൾ നാഫിഖ്, BDK പൊന്നാനി താലൂക്ക് സെക്രട്ടറി അലി ചേക്കോട്, ജില്ലാ ഭാരവാഹികളായ ജുനൈദ് നടുവട്ടം, അലിമോൻ പൂക്കരത്തറ, താലൂക്ക് കോർഡിനേറ്റർമാരായ രഞ്ജിത്ത് കണ്ടനകം, ഹഫ്സൽ കോലത്ത് എന്നിവർ ചേർന്ന് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് പൊന്നാനി. ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മാർച്ച് 26 മുതൽ നടക്കാൻ പോകുന്ന തിരുവൊഴിച്ചിലും പാട്ടും ചടങ്ങിന് മുന്നോടിയായി തട്ടകത്തിലെ 5 ദേശങ്ങളിലേക്ക് ഭൂതം കെട്ടി ഊര് ചുറ്റലിനും ആരംഭമായി. ഓടായിക്കണ്ടി തറവാട്ടുകാരാണ് ഭൂതം കെട്ടി ആടുന്നത്. ക്ഷേത്ര ഊരാളൻ കുടുംബമായ ഒലിക്കര തറവാട്, ഒരിക്കൽ കൊല്ലേരി തറവാട്, മൂലസ്ഥാനം കുടികൊള്ളുന്ന നെല്ലുളിൽ മച്ചു, മുല്ലശ്ശേരി, വലിയപുരക്കൽ തറവാട് തുടങ്ങി കാരാട് ദേശത്തിലെ ഭവനങ്ങളിൽ നിന്ന് ഭക്തിസാന്ദ്രമായി ഊരുചുറ്റലിന് ആരംഭം കുറിച്ചു. വെള്ളിയാഴ്ച രായിരിമംഗലം ദേശത്തിലാണ് ഭൂതം കെട്ടി ഊരുചുറ്റുന്നത്. ഭക്തജന അകമ്പടിയോടുകൂടിയാണ് ചടങ്ങ് നടക്കുന്നത്. വെട്ടം ന്യൂസ് താനൂർ. SDPI തൃപ്രങ്ങോട് പഞ്ചായത്ത് കൺവെൻഷനും ഫാമിലി മീറ്റും SDPI പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റഹീസിനെ ആദരിക്കലും നടന്നു. SDPI മലപ്പുറം ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി മുസ്തഫ പാമങ്ങാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. SDPI തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് കരീംബായ് അധ്യക്ഷനായി. സമാധാനിക്കാനും ക്ഷമിക്കാനും തയ്യാറാണെങ്കിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു നരേന്ദ്രമോദി ഒന്നുമല്ല, ഒരു അമിത്ഷാ ഒന്നുമല്ല, ഒരു RSSന്റെ ഭരണകൂടവും ഒന്നുമല്ല. ഇത് രണ്ടും പക്ഷേ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു വിശ്വാസത്തിന്റെ തേട്ടലായിട്ട് ഇങ്ങനെ വരണം. ആ അർത്ഥത്തിൽ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സകല പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കരുത്ത് പടച്ച തമ്പുരാൻ ഈ വ്രതവിശുദ്ധിയുടെ നാളുകളിൽ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, എന്നുള്ള താക്കത്ത് നൽകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു. പരിപാടിയിൽ SDPI തൃപ്രങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറി ഫായിസ് സ്വാഗതം പറഞ്ഞു. പരിപാടിയുടെ വിഷയാവതരണം SDPI മലപ്പുറം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് നസീർ സാഹിബ് നടത്തി. പരിപാടിയിൽ SDPI തവനൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി സാഹിബ്, SDPI തവനൂർ മണ്ഡലം സെക്രട്ടറി ഹംസ വട്ടക്കുളം, SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം നജീബ് തിരൂർ, തൃപ്രങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ കുഞ്ഞീത് നാലകത്ത്, അസ്കർ പൊയിലശ്ശേരി, റസാഖ് പെരുന്തലൂർ, സലീം ആനപ്പടി കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. അബൂബക്കർ ഗുരിക്കൽ ആലിങ്ങൽ നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ് തൃപ്രങ്ങോട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.